കാറ്റ് 2025 കഴിഞ്ഞ് എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയ സ്റ്റുഡൻസ് എല്ലാം മൾട്ടിപ്പിൾ റിയാക്ഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇമോഷണൽ ആയിക്കൊണ്ടൊക്കെ എക്സാമിനേഷൻ വിചാരിച്ചതിലും എത്രയോ ടഫായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ വീഡിയോസും മറ്റൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുണ്ട്. ഒരുപാട് അനാലിസിസുകളും വരുന്നുണ്ട്. IM കോഴിക്കോടിനെതിരെ പറഞ്ഞുകൊണ്ട് IM കോഴിക്കോട് വളരെയധികം എക്സാമിനേഷൻ ടഫാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് അതും കണ്ടു. കാരണം അവിടെയുള്ള IM കോഴിക്കോടിലെ പ്രൊഫസർ PN രാംകുമാർ അദ്ദേഹമായിരുന്നു കാറ്റ് എക്സാമിനേഷൻ്റെ കൺവീനർ ആയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഹി വാസ് മൈ പ്രൊഫസർ ആസ് വെൽ. ഓപ്പറേഷൻസ് റിസർച്ച് എന്ന് പറയുന്ന സബ്ജക്റ്റ് എനിക്ക് IM ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹമായിരുന്നു. ഹി വാസ് എ വണ്ടർഫുൾ പ്രൊഫസർ. പക്ഷേ ഇവിടുത്തെ സെനാരിയോ ഡിഫറൻ്റ് ആണ്. കാറ്റ് എക്സാമിനേഷനുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണല്ലോ. എനിവേ എക്സാമിനേഷൻ കഴിഞ്ഞു. സ്കോറും കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും ഇപ്പോൾ മറ്റു പല അനാലിസിസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ബട്ട് എനിവേ റിയൽ സ്കോറും കാര്യങ്ങളും വരുമ്പോഴാണ് അതിന് ക്ലിയർ പിക്ചർ വരിക. എന്നാലും ഒരു ജനറൽ ട്രെൻഡ് നോക്കുന്ന സമയത്ത് മെജോറിറ്റി ആളുകളും ടഫാണെന്ന് പറഞ്ഞിട്ടുള്ളത് DLR സെഷൻസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ടഫാണെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ QA സെഷൻസ് ആണ് ഒരു സെക്കൻഡിൽ നമുക്ക് റാങ്ക് ചെയ്യാം. ടഫ്നെസ്സിൻ്റെ ലെവലിൽ റാങ്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ വരുന്നത്. എനിവേ കഴിഞ്ഞ വർഷങ്ങളിലെ ട്രെൻഡും കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് കട്ട് ഓഫ് വരിക എന്നുള്ളത് ജസ്റ്റ് ഒരു ക്വിക്ക് അനാലിസിസ് നോക്കാം. മൾട്ടിപ്പിൾ അനാലിസിസ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എനിവേ ഒരു 99.9% സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ലോട്ട് 1 ഒരു 120+ ഒക്കെ മാർക്ക് വേണ്ടി വരും എന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഒരു സ്കോർ ലെവൽ 120 to 125 ആ റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 100+ ഒക്കെ ഉണ്ടെങ്കിൽ 99.5% സ്ലോട്ട് 1 സ്കോർ ചെയ്യാൻ പറ്റും. ഒരു 89-90 റേഞ്ചിലൊക്കെ ആണെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് അറൌണ്ട് 99% എന്നുള്ളതാണ്. ഈ സ്ലോട്ട് 2 വരികയാണെങ്കിൽ അത് കുറച്ചും കൂടെ താഴോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു 110 to 115 ആ ഒരു റേഞ്ചിലൊക്കെ വരികയാണെങ്കിൽ 99.9%. അതുപോലെ തന്നെ 95 അറൗണ്ട് വരികയാണെങ്കിൽ ഒരു 99.5% ആൻഡ് ഒരു 80-82 ആ റേഞ്ചിലൊക്കെ വരികയാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് അറൗണ്ട് 99% എന്നുള്ളതാണ് സ്ലോട്ട് 2 കേസിൽ. ആൻഡ് നമുക്ക് സ്ലോട്ട് 3 കേസിലാണെങ്കിൽ ഒരു സിമിലർ ആയിട്ടുണ്ട്. 115 to 120 ആ ഒരു റേഞ്ചിലൊക്കെ ഉണ്ടെങ്കിൽ 99.9% എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് നിയർലി 100 ഒക്കെയാണ് സ്കോർ വരുന്നതെങ്കിൽ 99.5 ആൻഡ് ഒരു 85-87 ഒക്കെ ആണെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് അറൗണ്ട് 99% എന്നുള്ളതാണ്. ഇനി താഴോട്ടുള്ള അനാലിസിസ് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല, ഒരു ടോപ്പ് അനാലിസിസ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. എനിവേ റിയൽ സ്കോറും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് കുറച്ചും ക്ലാരിറ്റി കിട്ടും, പിക്ചർ കിട്ടും. എക്സാമിനേഷൻ ടഫായിരുന്നു എന്നുള്ള ഒരു സജഷനും അതിൻ്റെ ഒരു ഫീഡ്ബാക്കും ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. എനിവേ എക്സാമിനേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്കോർ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇതാണ്. നമ്മൾ അലോട്ട്മെൻറ്റ്സും കാര്യങ്ങളും കൊടുക്കുന്ന സമയത്തും ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിഫർ ചെയ്യുന്ന സമയത്തും നമ്മുടെ ആ ഒരു പ്രയോറിറ്റി കാര്യങ്ങൾ എവിടെയാണ് വരേണ്ടത്, നമ്മളൊരു ഫ്യൂച്ചർ നോക്കി കാണുന്ന സ്ഥലത്ത് നമ്മുടെ പ്ലേസ്മെൻറ്റ് ആണെങ്കിൽ അത് ഏത് ഏരിയയിലോട്ടാണ്, IMs ആണെങ്കിൽ അല്ലെങ്കിൽ ഡിഫറൻറ്റ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ ഒരു ഫ്യൂച്ചറിലോട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഏറ്റവും കൂടുതൽ നോളജ് വൈസും എക്സ്പോഷർ വൈസും നമുക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക.